രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം അദ്വാനി തുടങ്ങിയ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ അയോധ്യയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ആ വീഡിയോ ഞാനത് കേൾപ്പിക്കാം. अगर मैं आपको ये कहानी क्यों बता रहा हूं, क्योंकि जो मूवमेंट अडवाणी जी ने चालू की थी, उस मूवमेंट को जिसका सेंटर अयोध्या था, उस मूवमेंट को इंडिया गठबंधन ने अयोध्या में हरा दिया है. ഇത് കണ്ടോ? രാമജന്മഭൂമി പ്രസ്ഥാനത്തെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ തോൽപ്പിച്ചു എന്നല്ലേ? അതെ, അതന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അദ്വാനി തുടങ്ങി വെച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് ഫാക്ച്വലി ശരിയല്ല. വിശ്വ ഹിന്ദു പരിഷത്ത് 1984-85 കാലഘട്ടത്തിലാണ് അയോധ്യ പ്രശ്നത്തിൽ ഇടപെടുന്നത്. അതുവരെ അതൊരു പ്രൈവറ്റ് കേസും പ്രൈവറ്റ് ബഹളവും ലോക്കൽ ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടരുകയായിരുന്നു. 84-85 ആയപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് അത് ഏറ്റെടുത്തു. 89 BJP അതിൽ പങ്കുചേരുന്നത്. 89 പാലൻപൂർ സമ്മേളനത്തിലാണ് BJP അതിൽ പങ്കുചേരുന്നത്. അതിന് ശേഷമാണ് അദ്വാനിയുടെ രഥയാത്ര 92 ഈ പറഞ്ഞ കെട്ടിടം പൊളിച്ചു കളയുന്നു. അപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്, ആരൊക്കെയോ ജയിക്കുന്നുണ്ട്, തോൽക്കുന്നുണ്ട് ഒക്കെയുണ്ട്. CPI ജയിക്കുന്നുണ്ട്, സമാജ്വാദി പാർട്ടി ജയിക്കുന്നുണ്ട്, BJP ജയിക്കുന്നുണ്ട്, തോൽക്കും, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റാണ് രാമജന്മഭൂമി പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഇത് പൊളിച്ചു കളഞ്ഞതിന് ശേഷവും എത്രയോ കാലം കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇത് പൊളിക്കുന്നത്. 92 ഡിസംബർ 6 ഭരണത്തിലിരുന്നത് ആരാ? കേന്ദ്രത്തിൽ കോൺഗ്രസ്സാണ്. നരസിംഹറാവു പ്രധാനമന്ത്രി. അതിനുശേഷം മൻമോഹൻ സിംഗ് 2 തവണ ഭരിച്ചു, 2004 മുതൽ 2014 വരെ. എന്ത് സംഭവിച്ചു രാമജന്മഭൂമിയിൽ? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. BJP ഭരിക്കുന്നോ ഇല്ല എന്നുള്ളതൊന്നും രാമജന്മഭൂമി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ വിഷയമല്ല. BJP അതിൻ്റെ കൂടെ ചേർന്നു, BJP അംഗീകരിച്ചു. അതിൻ്റെ കൂടെ ആരൊക്കെ വന്നു? മഹാരാഷ്ട്രയിലെ പ്രമുഖ പൊളിറ്റീഷ്യൻസ് പലരും രാജിവെച്ച്, അന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് രാമജന്മഭൂമി പ്രസ്ഥാനത്തിലേക്ക് ചേർന്നു. പിന്നെ മെല്ലെ BJPയിലേക്ക് ചേർന്നു. ഇതൊക്കെ സംഭവിച്ചു വന്നു. അത് പൊളിറ്റിക്സിനപ്പുറത്തെ ഒരു പ്രസ്ഥാനമായിരുന്നു. അതതിൻ്റെ ലക്ഷ്യം കണ്ടു. ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞു. അതെ, അവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. അതിനെ എന്തിനാണ് രാഹുൽ ഗാന്ധി തള്ളി പറയുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടിയപ്പോൾ ജയിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. 100 സീറ്റ്, 18% വോട്ട് ഋഷി സുനക്കിന്. ഋഷി സുനക് തോറ്റു. 99 സീറ്റ്, 18% വോട്ട് രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹം ജയിച്ചു. എന്ത് ചെയ്യും? അപ്പോൾ ഇതിങ്ങനെ ഞാൻ ജയിച്ചു എന്ന് വിചാരിക്കുകയും ഞാൻ ജയിച്ചതോടെ ഈ പ്രോ ഹിന്ദു ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതായി എന്ന് പറഞ്ഞ് ഈ മണ്ടൻ ഇങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാമജന്മഭൂമി പ്രസ്ഥാനം തുടങ്ങിയത് എന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, 84-85 ഇത് വലിയൊരു രീതിയിലേക്ക് പോകുന്നത്. അതുവരെ അത് ഡിസ്പ്യൂട്ടുണ്ടായിരുന്നു. 1886 മുതലൊക്കെ ഡിസ്പ്യൂട്ടുണ്ട്, കേസുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേസുണ്ട്, ഒക്കെയുണ്ട്. ബട്ട് ഒരു ഓൾ ഇന്ത്യ പ്രസ്ഥാനമായിട്ട് ഇത് വളർത്തിക്കൊണ്ടുവന്ന് വലിയ പ്രക്ഷോഭമാക്കി മാറ്റിയത് വിശ്വ ഹിന്ദു പരിഷത്താണ്. അശോക് സിംഗാൾ എന്ന് പറയുന്നൊരു നേതാവിനെ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല. അദ്വാനി ഇപ്പോഴും ജീവനോടെ ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ പേര് പറഞ്ഞത്. അദ്വാനി തുടങ്ങി വെച്ച പ്രസ്ഥാനം അദ്വാനി തുടങ്ങിയതല്ല. അദ്വാനി ഹിംസെൽഫ് ഈസ് എ ലേറ്റർ എൻട്രി. പിന്നെ ഇങ്ങനെ അദ്വാനി തുടങ്ങി വെച്ചു എന്ന് പറയുന്നത്? BJP തുടങ്ങിക്കഴിഞ്ഞപ്പോൾ BJPയുടെയും കൂടെ സ്ട്രെങ്ത് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി. ഓഫ് കോഴ്സ് അദ്വാനി അതിന് വലിയ ബൂസ്റ്റ് കൊടുത്തു. കാര്യമൊക്കെ ശരി, അദ്ദേഹത്തിൻ്റെ രഥയാത്രയും സംഗതിയൊക്കെ ആയിട്ട്. ബട്ട് തുടങ്ങി വെച്ചത് അദ്ദേഹം ഒന്നുമല്ല. തുടങ്ങി വെച്ചത് അശോക് സിംഗാളാണ്. അശോക് സിംഗാൾ തുടങ്ങി അതൊരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഈ സംശയമുണ്ടായി, എന്ത് ചെയ്യണം ഈ സമരത്തെ, എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം. BJPയും വലിയ ചർച്ചകൾക്ക് ശേഷമാണ് 89, അപ്പോഴത്തേക്ക് 4-5 വർഷം കഴിഞ്ഞിരുന്നു. 5 വർഷത്തിന് ശേഷം
ആലോചിച്ചിട്ടാണ് BJP ഇതിൽ തലവയ്ക്കാൻ തീരുമാനിക്കുന്നത്. അത് അദ്വാനിയുടെ രഥയാത്രയൊക്കെ അവർ പ്ലാൻ ചെയ്തപ്പോൾ അവരുടേതായ രീതിയിൽ അങ്ങ് പ്ലാൻ ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ സ്വന്തം രീതിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അദ്വാനി തുടങ്ങി വെച്ച പ്രസ്ഥാനം എന്നൊന്നും രാഹുൽ ഗാന്ധി പറയരുത്. അത് ചരിത്രം ഒട്ടും ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിട്ടാണ്. അല്ലെങ്കിൽ വേണ്ട അതൊരു പൊളിറ്റിക്കൽ അറ്റാക്കാക്കി നിർത്താം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ആര് തുടങ്ങിയാലും ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടാവണമെന്നുള്ളത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആഗ്രഹം. അതും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ജയപരാജയങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതാണ് അത് എന്തിന് അവിടെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ഇത് പൊളിച്ചു കളയുന്നത്. അത് കഴിഞ്ഞിട്ടും പലതവണ കോൺഗ്രസ് സർക്കാരുകൾ ജയിച്ചു. അപ്പോഴൊക്കെ ഈ പ്രസ്ഥാനം തോറ്റു എന്ന് പറയാമോ? രാമജന്മഭൂമി പ്രസ്ഥാനം അപ്പോഴും തോറ്റിട്ടില്ല, അത് ജയിച്ചു തന്നെ നിന്നു. അതിൻ്റെ ഫൈനൽ തീരുമാനം സുപ്രീം കോടതി എടുത്തു കഴിഞ്ഞപ്പോൾ അത് ലീഗലും കൂടെയായി. അവിടെ പിന്നെ യാതൊരു ഡിസ്പ്യൂട്ടോ പ്രശ്നവും ഇല്ലാതെ ക്ഷേത്രവും ഉയർന്നു. ഇതല്ലേ വാസ്തവം. ഇപ്പോൾ ഇതെവിടെ പ്രസ്ഥാനം തോറ്റുപോയി എന്ന് പറയുന്നത്? അല്ല, രാഹുലിൻ്റെ ഈ BJP വിരുദ്ധത ഇന്ത്യയിലെ ഹിന്ദുക്കളോടുള്ള പകയായി മാറിയിട്ടുണ്ടോ? അങ്ങനെ മാറിയതല്ല, അത് തുടക്കത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. ഹിന്ദു വിരുദ്ധതയാണ് പലപ്പോഴും BJP വിരുദ്ധതയായിട്ട് പലരും മനസ്സിലാക്കിയെടുത്തത്. ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംശയത്തിൻ്റെ ആനുകൂല്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സംശയാതീതമായിട്ട് പറയാം, രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ്. അല്ല, ഏത് വർഗീയ ലഹളം നടന്നു കഴിഞ്ഞാലും ഭൂരിപക്ഷമായിരിക്കും അതിൻ്റെ കുറ്റവാളി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണൽ വയലൻസ് ബില്ല് ഇവർ കൊണ്ടുവരുന്നതാണ് 2014. അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചില്ല. അതിന് മുമ്പ് തന്നെ വ്യാപകമായിട്ട് ആ ബില്ല് പ്രസിദ്ധീകരിച്ചത് തന്നെ. ബില്ല് നാഷണൽ അഡ്വൈസറി കൗൺസിലുണ്ടെന്ന്, സോണിയാഗാന്ധിയാണ് അതിൻ്റെ ചെയർമാൻ. ഈ പുറത്തുനിന്നുള്ള ഭരണമായിരുന്നില്ല. ഫയലെല്ലാം NAC കണ്ടിട്ട് മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് അതിൻ്റെ തീരുമാനം എടുത്തിട്ട് മൻമോഹൻ സിംഗിന് അയക്കും. അതനുസരിച്ച് പുള്ളി ഓർഡർ തയ്യാറാക്കും. ഇങ്ങനെയായിരുന്നു ഭരണം. അപ്പോൾ ഈ NACയിൽ ഈ ബില്ല് പോയി, കമ്മ്യൂണൽ വയലൻസ് ബിൽ. ആ ബില്ല് പറഞ്ഞിരുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭൂരിപക്ഷമായിരിക്കും ആ കുറ്റവാളി. എനി കമ്മ്യൂണൽ റൈറ്റ് ഇൻ ഇന്ത്യ, മൈനോറിറ്റി ഈസ് നോട്ട് ദ കൾപ്രിറ്റ്, ഇറ്റ് വിൽ ബി മെജോറിറ്റി merely because they are majority. ഇതാണ് ബിൽ. അതിനെതിരായിട്ട് ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്ത ഒന്ന് ഞാനാണ്. എറണാകുളത്ത് സെൻട്രൽ സ്റ്റേഷനിൽ ഇപ്പോഴും എൻ്റെ പരാതി കിടപ്പുണ്ടാകും. സോണിയാഗാന്ധിയെ പ്രതിയാക്കിക്കൊണ്ട്. എന്തു പറഞ്ഞു? ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് പബ്ലിക് ഡിസ്കഷന് വെച്ചു എന്നുള്ളത് തന്നെ കുറ്റം. കേരളത്തിൽ എനിക്കറിയാവുന്ന പലരെയും വിളിച്ച് ഞാൻ പറഞ്ഞു. അതിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത ഒരാളുടെ പേര് ഞാൻ പറയാം, RV ബാബു, ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡൻറ്റ്. ബാബുവും എൻ്റെ നിന്ന് ഡോക്യുമെൻ്റ് വാങ്ങിച്ചു. ബാബുവിൻ്റെ പരാതി തീരുമാനിച്ചു. ഇപ്പോൾ വടക്കംപറവൂർ പോലീസ് സ്റ്റേഷനിൽ ആ പരാതി കിടപ്പുണ്ടാകും. ഇന്ത്യയിൽ പോസിബിളായിട്ടുള്ള സകല പോലീസ് സ്റ്റേഷനിലും അന്ന് ഞങ്ങളുടെ സംഘപരിവാർ നേഷൻ പ്രോ ഹിന്ദു ആൾക്കാരുടെ പരാതികൾ പോയി. ഒരിടത്തും കേസ് രജിസ്റ്റർ പെട്ടില്ല, കാരണം അന്ന് സോണിയാഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ബട്ട് ആ ബില്ല് പിന്നെ ഇവർക്ക് പാസ്സാക്കാൻ പറ്റില്ല. പിന്നെ വന്നത് നരേന്ദ്രമോദിയായിരുന്നു. അപ്പോൾ നേരത്തെ മുതൽ തന്നെ ഈ ഹിന്ദു വിരുദ്ധത സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇൻബിൽറ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്പർ 10 ജനപഥിൽ ചാപ്പലുണ്ട്. ഇവർ ക്രിസ്ത്യാനികളാണ്, ഇവിടെ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. യു വിൽ നോട്ട് സീ എനി ഹിന്ദു ബീയിങ് സപ്പോർട്ടഡ് ബൈ രാഹുൽ ഗാന്ധി. ഞാൻ പറയട്ടെ, 4 ദിവസം മുമ്പ്, ജസ്റ്റ് 4 days ബാക്ക്, തമിഴ്നാട്ടിലൊരു എൻകറേജ്മെൻ്റ് ഒഴിപ്പിക്കുന്നു, പുറമ്പോക്ക്, ബുൾഡോസർ ബാബ. ഇത് തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്നു. സംഭവം പുറമ്പോക്ക് കാണും. അവിടെ താമസിക്കുന്ന ഒരാൾ സ്വന്തം വീട് തീണ്. അയാളുടെ പോയിൻ്റ്, എനിക്ക് പോകാൻ സ്ഥലമില്ല. ശരിയാണ്, കയ്യേറ്റമാണ്, പുറമ്പോക്ക് സ്ഥലമാണ്. എനിക്ക് വേറെ സ്ഥലം ഇവിടെ, എനിക്ക് താമസിക്കാനൊരു വീട് ഈ സർക്കാർ തരണ്ടേ, എന്നിട്ട് വേണ്ട എന്നെ ഇവിടെ ഇറക്കി വിടാൻ. ഇതാണ് അയാളുടെ പോയിൻ്റ്. ഒറ്റയ്ക്കേ ഉള്ളൂ. അയാൾ വീടിന് തീ കൊളുത്തി അതിനകത്ത് നിന്ന് സ്വന്തം ശരീരത്തിൽ തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ നിൽക്കാൻ പറ്റില്ല, പ്രാണവപ്രാണം കൊണ്ട് ഇയാൾ പുറത്തേക്ക് എടുത്ത് ചാടി. കത്തുന്ന ഒരു മനുഷ്യൻ പുറത്തേക്ക് എടുത്ത് ചാടി. തമിഴ്നാട്ടിൽ 4 ദിവസം മുമ്പ് വാർത്ത വന്നു. 1-2 പത്രങ്ങളിലൊക്കെ, പയനിയർ, ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വാർത്ത കൊടുത്തു. ഒരു ഫോട്ടോ, ഒരു വീഡിയോ ഒന്നും പുറത്തു വന്നില്ല. നൗ ഇമാജിൻ, ഇത് UP-യിലാണ് സംഭവം. UP-യിൽ അക്ബർപൂരിൽ ഇപ്പോൾ ഒഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. അത് സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതി പറഞ്ഞു
നത്തിങ് ഡൂയിങ്. 25 വർഷമായിട്ടായി കേസ് നടക്കുന്നു. സുപ്രീം കോടതി ഫൈനലി പറഞ്ഞു ഇവാക്യുവേറ്റ് ദം. ഗംഗാനദിയുടെ തീരത്തോ അതോ വേറെ ഏതോ നദിയുടെ തീരത്ത്. ഇതാണ് കയ്യേറ്റം. അക്ബർപൂർ എന്നാണ് അതിൻ്റെ പേര്. 90% മുസ്ലിങ്ങളാണ്. അവിടെയും ഒഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. അവിടെ ഒരു മുസ്ലിം അയാളുടെ കുടിലിന് തീയിട്ടിട്ട് കത്തുന്ന ശരീരത്തോടെ പുറത്തേക്ക് ചാടിയാൽ എന്തായിരിക്കും രാജ്യം കത്തിക്കും. ബട്ട് തമിഴ്നാട്ടിലെ ഇയാൾ ഹിന്ദു ആയതുകൊണ്ട് വിലയില്ല. ഇപ്പം മണിപ്പൂരിൽ പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. നാളെ പോകാൻ പോകുന്നു മറ്റൊക്കെ കേട്ടു. 65 പേര് തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചിയിൽ പൂച്ച് ട്രാജഡി. അവർ മനുഷ്യരല്ലേ? ഇറ്റ് വാസ് എ ട്രാജഡി. ഹത്രാസിൽ പോയി. വാസ് ഇറ്റ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്? ഈ 65 പേരുടെ ജീവന് യാതൊരു വിലയില്ല. 121 പേര് ബാബയുടെ അവിടെ മരിച്ചപ്പോൾ അവിടെ പോയി ഹത്രാസിൽ. അപ്പോൾ എത്ര പേര് മരിക്കണം ഇദ്ദേഹം പോകണമെങ്കിൽ? 100+ വേണം. 100 കൂടുതൽ മരിക്കണം എങ്കിലേ പോവുള്ളൂ. 99 സീറ്റില്ല. ഇതാണ് ഈ പൊളിറ്റിക്സ്. ഹിന്ദു വിരുദ്ധത ഞാൻ പറയുന്നത് ഇതാണ്. കാരണം അവിടെ ഒരു ബാബയുണ്ട്, ഇവിടെ ബാബയില്ല. ആരുമില്ലാത്ത നിസ്സഹായനായ ഹിന്ദുവാണ് കത്തിത്തീർന്നത്. അപ്പം അതിൽ ആർക്കും സങ്കടമില്ല. അത് പോട്ടെ. BSPയുടെ നേതാവ് വെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ മരിച്ചു. സംസ്ഥാന പ്രസിഡന്റ്. എന്താ ആരും അനങ്ങാത്തത്? ദളിത്താണ് എന്നാണ് പറയുന്നത്. ഫെർണാണ്ടസ് ആണ് പേര്. ദളിത് ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്ന എന്ത് വാങ്ങിക്കോട്ടെ. BSP എന്ന് പറഞ്ഞാൽ തന്നെ ദളിതിൻ്റെ അവതാരമാണ്. മായാവതി നേരിട്ട് വന്നിരുന്നു. മായാവതി വന്നിരുന്നു. പക്ഷെ വേർ ഈസ് യുവർ ടീം? നിങ്ങളുടെ ടൂൾ കിറ്റ് എവിടെ? അയ്യോ ദളിത് എവിടെ പോയി? എന്താ മിണ്ടാത്തത്? ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റാലിൻ. ഇഫ് ഇറ്റ് വാസ് ഇൻ ഉത്തർപ്രദേശ് ഓർ മധ്യപ്രദേശ്, എൻ്റെ അമ്മ ഇവിടെ കിടക്കപ്പുറത്ത് വഴി നടക്കാൻ സമ്മതിക്കും. ഇവിടെ നമ്മളെ രണ്ടുപേരെയും വഴിയിൽ പിടിച്ചു നിർത്തും. ആര്? ഈ അഭിലാഷ് മോഹൻ, മിനു വി ജോൺ ഇവിടെ നമ്മളെ വഴിയിൽ പിടിച്ച് നിൽക്കട അവിടെ. ഈ കൊലപാതകത്തിന് സാധനം പറഞ്ഞിട്ട് ഇതിനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തും നമ്മളെ. ആ സ്ഥിതിയാണ്. ബട്ട് മറ്റ് ഇതൊന്നും ഇവരറിയുന്നേ ഇല്ല. രാഹുൽ ഗാന്ധിയെ സഹായിക്കാനായിട്ട് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയി കഴിയുമ്പോൾ മാതൃഭൂമി അടുത്ത ഹെഡ്ലൈൻ കൊടുക്കും, നന്ദി രാഹുൽ, അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ രാഹുൽ. അല്ല, See how the toolkit is working. നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ്. 198 മെത്തേഡ്സ് വരെ നമ്മൾ ചർച്ച ചെയ്തു. ഇത് ഞാൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. ദിസ് ഈസ് ദ സ്ട്രാറ്റജി ബീയിങ് പ്ലേഡ്. സൈന്യത്തോട് ഇത് ചെയ്യുന്നു. ഇന്ന് വരെ ഒരു പൗരൻ, അയാൾ പൊളിറ്റീഷ്യനായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അയാൾക്ക് മറുപടി കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ പട്ടാളം വന്നിട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളം ഈ അഗ്നിവീർ, മരിച്ചുപോയ അഗ്നിവീറിന് കൊടുത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഡേറ്റ് ഇതൊക്കെ വെച്ചിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഐ വുഡ് നോട്ട് ഹാവ് അലൗഡ് ഇറ്റ്. ഐ വാസ് ദ പ്രൈം മിനിസ്റ്റർ. ഞാൻ രാഹുൽ ഗാന്ധി പിടിച്ച് അകത്തിടും രാജ്യദ്രോഹത്തിന്, പട്ടാളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്, ഈ കള്ളം പരത്തിയിട്ട്. He should be put behind bar for sedition. What a joke. See, you can just challenge the army and the army is answerable. വേറൊരു കുൽവീന്ദർ സിംഗ് എന്ന് പറഞ്ഞ് CRPFലെ പെങ്കൊച്ച്, അവൾ തല്ലുന്നു. നാളെ ഇപ്പോൾ ഇയാളുണ്ടല്ലോ നമ്മുടെ ഒവൈസി, അസദുദ്ദീൻ ഒവൈസി, അയാൾ ജയ് ഫലസ്തീൻ എന്ന് പറഞ്ഞത് CRPFലെ ഒരു ഹിന്ദു ജവാൻ ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ ഹൈദരാബാദിൽ വന്നിറങ്ങുമ്പോൾ 4 അടി വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ വെടിവെക്കുന്നു. ഇവരുടെയൊക്കെ കയ്യിൽ ഓട്ടോമാറ്റിക് റൈഫിളുണ്ട്, വെടിവെക്കുന്നു. ക്യാൻ യു ജസ്റ്റിഫൈ ദാറ്റ്? ഈ സെക്യൂരിറ്റിയിൽ, പട്ടാളത്തിൽ, CRPFൽ സകല സ്ഥലത്തും ഇവർ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കുൽവീന്ദർ സിംഗിനെ എന്ത് ചെയ്തു? ഈവൻ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി ഈസ് നോട്ട്. ഈ ക്വാർട്ടർ ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ആർമിയിലൊരു ഏർപ്പാടുണ്ട്. ആർമിയുടെ ജയിലാണ്, ചെറിയൊരു ജയിൽ, ക്വാർട്ടർ ഗാർഡ്. ഈ ക്വാർട്ടർ ഗാർഡിലേക്കെങ്കിലും ഈ പെങ്കൊച്ചിനെ അയക്കേണ്ടത്. അത് ആർമിയിൽ തന്നെ നടക്കുന്നത്. കോർട്ട് മാർഷലിൻ്റെ പാർട്ടായിട്ട് സെൻഡ് ഹിം ടു ക്വാർട്ടർ ഗാർഡ്. സുനിൽ ഷേവ് ചെയ്ത് ശരിയായില്ലെങ്കിൽ തോക്കും പൊക്കും പിടിച്ച് ഗ്രൗണ്ടിന് 4 റൗണ്ട് അടിക്കാൻ പറയും പട്ടാളത്തിൽ, ഷേവ് ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ. ബട്ട് ഇവർ പ്രമുഖയായ ഒരു സിനിമാ നടിയെ തല്ലിയിട്ട് MP ആണ്. നോ ആക്ഷൻ ഫ്രം ദ ഗവൺമെൻറ്. ആക്ഷൻ എടുത്തു. അവർക്കും ഭർത്താവിന് ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. This is how, and you are sending a message that you can do such things. It is permitted in India. See, നിങ്ങൾ
ഇന്ത്യൻ സെക്യൂരിറ്റിയുടെ കടയ്ക്കൽ കോടാലി വയ്ക്കുകയാണ് ഇതൊക്കെ അനുവദിക്കുന്നതിലൂടെ. അതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഈ രാമജന്മഭൂമിയെ പറ്റി വേണ്ടാത്ത കമൻസ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല, ഈ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ അയോധ്യയിൽ നമ്മൾ തോൽപ്പിച്ചു എന്നാണ് രാഹുൽ ഇന്ത്യയിൽ പറഞ്ഞത്. വീഡിയോ നമ്മൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ട്രാൻസ്ലേഷൻ BJPയെ UPയിൽ തോൽപ്പിച്ചു എന്നാണോ? അല്ല, മനോരമ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. മനോരമ ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതാണ് രാഹുലിനെ. ഈ തർജ്ജമയിലൂടെ ഒരുപാട് മിസ്ചീഫ് മനോരമ ചെയ്യാറുണ്ട്. അതിൽ ഈ ഷാനിയുടെ പറയാതെ വയ്യ അതിൽ ആണ് തർജ്ജമ കൂടുതലിട്ട്. പലപ്പോഴും അവർക്ക് അറിഞ്ഞുകൂടായിട്ടാണ് ഹിന്ദി ഹിന്ദി മനസ്സിലാവുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ തർജ്ജമ അയാൾ നോക്കുമ്പോൾ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ തോൽപ്പിച്ചു എന്ന് പറയണ്ട, BJPയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം മറ്റേ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്കറിയാമല്ലോ ഇത് അദ്വാനി തുടങ്ങിയതല്ല, ഇതൊക്കെയാണ് ചരിത്രം. അപ്പോൾ അയാളൊന്ന് മയപ്പെടുത്തും. അതാണ് പ്രശ്നം. 2 വർഷം കഴിയുമ്പോൾ ഈ നമ്മുടെ ഈ ആരും ഈ വീഡിയോ ഒന്നും സൂക്ഷിച്ച് വയ്ക്കുന്നില്ല. പത്രം സൂക്ഷിച്ച് വയ്ക്കുന്ന താല്പര്യ കക്ഷികളുണ്ടാകും. അവർ പറയും രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ദാ മനോരമ നോക്ക് BJPയെ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഗാലറിയിൽ നോക്കുമ്പോൾ കാണില്ല. കാരണം നമ്മുടെ ഗാലറി സാഹിബിൻ്റെ ആയിട്ട് മാറി. അതെ അതെ, ഞാൻ നേരത്തെ സാഹിബ് അവിടെ ഡിലീറ്റ് കഴിഞ്ഞു. നമ്മളിത് അറിയുന്നില്ല. നമുക്ക് ഭയങ്കര സീക്രട്ടാണ്. അതെ അതെ, മൊബൈൽ ഫോണിൽ കംപ്ലീറ്റ് സീക്രട്ടാണ്. മുഴുവൻ സാഹിബിനെ അവൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഏതായാലും രാഹുൽ ഗാന്ധി ഒരൊറ്റ ചോദ്യം, നമ്മളിപ്പം കുറച്ച് ദീർഘമായി, എന്നാലും ഒറ്റ കാര്യം. ഈ ചിലരൊക്കെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് അങ്ങ് മാറി. 6 പാക്കൊക്കെ കാണിക്കുന്നത് മാത്രമല്ല, മൊത്തത്തിൽ രൗദ്രഭാവം, പാർലമെൻറ്റിൽ നിന്ന് കൂവുന്നു. അതിൻ്റെ ഒരു ലിപ്പ് മൂവ്മെൻറ്റ് കണ്ടാൽ ഒരു പച്ചത്തറി പറയുന്നത് പോലെ വ്യാഖ്യാനിക്കാവുന്ന ഒരു ലിപ്പ് മൂവ്മെൻ്റുള്ള വീഡിയോയും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഇദ്ദേഹം കൂവുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഭരണ ബെഞ്ചിൽ നിന്ന് ഇടയ്ക്ക് സീനിയർ ആൾക്കാർ പുറകിൽ കൈ കാണിച്ച് മിണ്ടാതിടാന്ന് പറഞ്ഞിട്ട് അവരെ അടക്കുന്നു. ഇങ്ങനെ അങ്ങനെ കൂടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നു. അല്ല, ഈ മാനസികാവസ്ഥയിൽ മാറ്റം വന്നിട്ട് 10 വർഷം ഉണ്ട്. ഒരു സൈക്കോ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. 54 നിന്ന് 99 ഞാൻ പറഞ്ഞില്ലേ, അങ്ങേര് ജയിച്ചു എന്നുള്ള ഇല്യൂഷനിലാണ് അങ്ങേര് നടക്കുന്നത്. ഇതാണ് ഈ നെറേറ്റീവിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഋഷി സുനക്ക് തോറ്റു. ഋഷി സുനക്കിന് 100 സീറ്റുണ്ട്, രാഹുൽ ഗാന്ധിയേക്കാൾ ഒരെണ്ണം കൂടുതലുണ്ട്. ഏകദേശം വോട്ടിംഗ് പെർസെൻറ്റേജ് സെയിമാണ് 2 പേർക്കും. രാഹുൽ ഗാന്ധിക്ക് 99 സീറ്റ്, പക്ഷേ രാഹുൽ ഗാന്ധി ജയിച്ചു, ഋഷി സുനക്ക് തോറ്റു. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. ഞാൻ ജയിച്ചു, എന്നെ ആ മോദി പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കുന്നില്ല. ആ രീതിയിൽ അതിൻ്റെ അഗ്രഷനാണ് ആ ശരീരത്തിൽ കാണുന്നത്. അതിങ്ങനെ മസിൽ പഠിപ്പിച്ചുകൊണ്ടൊന്നും ആകാൻ പോകുന്നില്ല. അതൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും. അങ്ങനെ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെ ഇന്ത്യൻ ജനത ആരുടെയെങ്കിലും വിരട്ടിന് നിന്ന് കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇനിയിപ്പോൾ മണിപ്പൂർ പോയിട്ട് വന്ന് എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? പറയാനുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരിക്കൽ കൂടെ ആവർത്തിക്കുക. അത്രേ. ഏതായാലും രാമൻ എന്ന് കേൾക്കുന്നത് ചതുർത്ഥിയാണ്. ആണ്. ഹിന്ദു എന്ന് കേട്ടാൽ ഒരു ചതുർത്ഥി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഞ്ചമിയാണ്. ഏതായാലും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതൊക്കെ മറച്ചു വെച്ചാലും ആരെങ്കിലുമൊക്കെ പറയും ഇതൊക്കെ റെക്കോർഡല്ലേ. അതെ, ഇപ്പോൾ ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. ബട്ട് ഇത് ആർക്കൈവ്സ് ആക്കി ഡൗൺലോഡ് ചെയ്ത് സ്വന്തം PC-യിലേക്ക് മാറ്റിയൊക്കെ വയ്ക്കുന്നവരുണ്ട്. സാഹിബ് വിചാരിച്ചാൽ കൊണ്ടുപോകാത്ത രീതിയിലാക്കി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ദ നേഷൻ. പക്ഷേ ഇത് ആദ്യമായിട്ടൊരു ഒരു ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത് നമ്മളാണ്. ആരും പറഞ്ഞില്ല ഇതുവരെ, 2 ദിവസം കഴിഞ്ഞിട്ടും. ഇത് നാഷണലിസ്റ്റുകൾക്ക് മാത്രമുള്ള സൂക്കേടാണ്. അതാണ് നമ്മളിങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പിന്നാലെ വേറെ ഈ നേഷന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ നമുക്കപ്പോൾ അസ്വസ്ഥത തോന്നും. അപ്പോൾ അത് സംസാരിക്കണം, ആ നെറേറ്റീവ് പൊളിക്കണം എന്ന് തോന്നും. ദെർഫോർ വി ആർ സ്പീക്കിംഗ്. ഹാക്കർമാർ കാത്തിരിപ്പുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വരുന്നത് വരും, നോക്കാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.